ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ട എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഒരു വാട്സാപ്പ് നമ്പറും വെച്ചിട്ടുണ്ട്. അവിടെ പ്ലീസ് വാട്സാപ്പ് മെസ്സേജസ് അയയ്ക്കുക. ഞാൻ കോൾസ് റിസീവ് ചെയ്യാറില്ല. അത് അല്ലാച്ച നിങ്ങൾക്ക് വെബ്സൈറ്റിലും ചാറ്റ് ചെയ്യാം, ഇല്ലച്ച എന്നെ ഇമെയിൽ അയക്കാം, അവിടെയും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അവിടെ മെസ്സേജസ് എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസറുടെ ഓവറോൾ എനർജി ഇപ്പോൾ 3 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 5 ഓഫ് സ്വോർഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് വാൻഡ്സ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കം നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ക്യാൻസർ കുറച്ച് ഈ വീഡിയോ ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് അലൈൻമെൻറ്റ് ശരിയാക്കാം. ഓക്കെ. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. ആക്ച്വലി ഇത് ഒരു ഗുഡ് ന്യൂസ് ഉള്ള എനർജിയാണ്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടാവും. ഒരു സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടാവും. ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സണെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു വെരി ട്രഡീഷണൽ എനർജിയാണ്. പക്ഷേ ചില കേസസിൽ 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. എസ്പെഷ്യലി 3 ഓഫ് സ്വോർഡ്സ് വരുമ്പോൾ 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ മാരീഡ് ആണ്. ഇപ്പോൾ നിങ്ങളാണോ മാരീഡ് ആയിട്ട് ഇവിടെ തേർഡ് പാർട്ടിയിലുള്ളത്, ഓർ എൽസ് നിങ്ങളുടെ പേഴ്സൺ ആണോ മാരീഡ് ആയിട്ട് തേർഡ് പാർട്ടിയിലുള്ളത്, അതെങ്ങനെയും ആവാം. പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിലും ആവാം, അവരുടെ സൈഡിലും ആവാം. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസിൻ്റെ കാരണം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ആൻഡ് ഈ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ മാരേജ് തന്നെ ആവണം എന്നില്ല. മേ ബി ഫാമിലിയുടെയും ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങളുടെ ഫാമിലി ഈ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയും ആവാം. ഇപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ 5 ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറേ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ വെച്ചാൽ ഈ പേഴ്സൺ ആണ് മാരീഡ് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഏതോ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഫ്രണ്ട്സും ആവാം, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, ഞാൻ പറഞ്ഞ മാതിരി ഇവരുടെ എക്സ് ആവാം, ഓക്കെ, അങ്ങനെയും ആവാം. പക്ഷേ ഈ സമയത്ത് ഞാൻ കാണുന്നത് ഒരു ബ്രേക്കപ്പാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ പേഴ്സണ് തിരിച്ചു വരണം എന്നുണ്ട്, അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അവരെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല അവർക്ക്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഇവിടെ നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. അപ്പം ഇവിടെ ഞാൻ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് ഇത്. അപ്പം ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്?
അപ്പൊ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങൾ രണ്ടാളും സീരിയസ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പക്ഷെ സഡൻലി ഇവിടെ ഒരു ചേഞ്ച് വന്നു, ഒരു മാറ്റം വന്നു. ആൻഡ് അതിന്റെ കാരണം ഇവിടെ ഒരു ബ്രേക്കപ്പും ഉണ്ടായി. ഓക്കെ, ഒരു എൻഡിങ്ങും ഉണ്ടായി. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആണ്. ലിയോ എനർജി. നിങ്ങൾ കുറെ സ്ട്രോങ് ആവാൻ നോക്കുന്നുണ്ട്, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങൾ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കോണ്ടാക്ട് ചെയ്യാണ്ട് മുമ്പോട്ട് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. സ്ട്രെങ്ത് ഇവിടെ എന്താണ്? പേജ് ഓഫ് വോൺസ്. നിങ്ങൾക്ക് ആ ഒരു ടെംപ്ടേഷൻ ഉണ്ട് അവരെ കോൾ ചെയ്യണം, മെസ്സേജ് ചെയ്യണം എന്ന്. പക്ഷെ നിങ്ങൾ എത്രയും ആവണച്ചാ പറ്റുന്ന വെച്ചാൽ അത്രയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അവരെ മെസ്സേജ് ചെയ്യാണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ ആദ്യം ഒരു എൽഡർലി പേഴ്സൺ കാണണ്ടേ, എംപ്രർ. ഇത് നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ഏതോ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. ഈ പേഴ്സൺ കാരണമായിരിക്കാം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഇത് വർക്ക്ഔട്ട് ആവാത്തത്. പക്ഷെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം ഈ എംപ്രർ എന്താണ്. ഓറൽസ് നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സണും ആയിരിക്കാം ഒരു ഏരീസ് ആയിരിക്കാം. നിങ്ങൾ ഒരു ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു മാരേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, ഓറൽസ് നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ എനർജി ആയിരിക്കാം അത്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ടൊരു കുറെ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് നിങ്ങൾ വിചാരിച്ചത്, ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവുമെന്ന്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ്. ഓക്കെ, കുറെ സ്ട്രോങ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ നോക്കണം. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈ പ്രീസ്റ്റസ്. അപ്പൊ ഇവിടെ കുറെ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ. കുറെ കാര്യങ്ങൾ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, ഇവർ തുറന്ന് പറയൂണില്ല. കുറെ ബ്ലോക്സ് ഉണ്ട് ഇവരുടെ ലൈഫിൽ. അവർ അതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ നോക്കണു. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും നോ കോണ്ടാക്റ്റിലായിരിക്കാം. അവരുടെ ഫാമിലിയിൽ തന്നെ കുറെ ബ്ലോക്സ് ഉണ്ട്. അവർക്ക് ഫിനാൻഷ്യലിയും കുറെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ അല്ലാണ്ടും കുറെ ഇഷ്യൂസ് ഉണ്ട്, കുറെ ബ്ലോക്സ് ഉണ്ട്. അവർക്ക് അഗൈൻ വേറെ പേടി എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഈ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് അവർക്ക് ഒരു പേടി. അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. ഓറൽസ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരീഡ് ആണ് വെച്ചാൽ അതിന്റെ കാരണം ഇവിടെ ഇത് മുമ്പോട്ട് പോവില്ല. 9 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. നിങ്ങൾ ഇന്റെൻഡ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾ സിംഗിൾ തന്നെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങൾ നോക്കണില്ല. ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഇല്ല വെച്ചാൽ നിങ്ങളൊരു സിംഗിൾ ലൈഫായിട്ട് തന്നെ ജീവിക്കാൻ പോകണമെന്ന്. അങ്ങനെ ഒരു ടെമ്പററി സിറ്റുവേഷന്റെ കാരണമായിരിക്കാം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. 8 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, ടവർ ഉണ്ട്. ഇവിടെ ഒരു സഡൻ ഷോക്കിംഗ് ചേഞ്ചിന്റെ കാരണമാണ് നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ ആയി ഇൻഡിപെൻഡന്റ് ആയി നിങ്ങളുടെ കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്യണ എനർജിയിലാണ് നിങ്ങൾ. ഈ പേഴ്സന്റെ എനർജിയിൽ 6 ഓഫ് വോൺസ് ആണ്. 6 ഓഫ് വോൺസ് ഒരു പോപ്പുലർ പേഴ്സന്റെ എനർജിയാണ്. അവർക്ക് നിങ്ങളുടെ ലൈഫിൽ തിരിച്ച് വരണം എന്നുണ്ട്. എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി അവരൊരു നല്ല സ്ഥലത്ത് സ്റ്റേബിളായി നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഓക്കെ, അവരുടെ ഇന്റൻഷൻ നല്ലത് തന്നെയാണ്, പക്ഷെ അത് ഒരു പ്രാക്ടിക്കൽ എനർജി അല്ല. കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് കിങ് ഓഫ് വോൺസ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും, അവർ ഒരു ഡിസിഷൻ എടുക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവർ തിരിച്ചു വരും, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ആക്ച്വലി വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കണില്ല, ഓർ എടുക്കാൻ പോകുന്നില്ല. ഈ പേഴ്സന്റെ എനർജിയിൽ 10 ഓഫ് വോൺസ്. അവർക്കും ഇതൊരു ബേർഡൻ ആവാൻ തുടങ്ങി. അവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അവർക്ക് ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. അപ്പോ എവിടെയോ അവർ ആ കറന്റ് സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. അപ്പൊ അവരായിരിക്കും
ആക്ഷൻ എടുക്കുന്നുണ്ടാവുക, പക്ഷെ അതൊന്നും സമയം എടുക്കും. ഓക്കെ, എന്താണ് ഇവിടെ ഔട്ട്കം? ഇവിടെ നിങ്ങളുടെ ഔട്ട്കം ആണ് ജസ്റ്റിസ്. അപ്പൊ ഇതും മാരേജിന്റെ ഡിവോഴ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ ജസ്റ്റിസ് എന്താണ് ഇവിടെ കാണുന്നത്? ലീബ്ര എനർജി. കിങ് ഓഫ് കപ്സ് സ്കോർപിയോ എനർജിയാണ്. 5 ഓഫ് കപ്സ്. അപ്പൊ ഇവിടെ ഒരു ലോസിന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും യുനോ ഇവിടെ ഒരു മിസ്സിങ് എനർജി ഉണ്ട്. അത് മാത്രമല്ല ഹീലിംഗിന്റെ എനർജിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും ഇതിന്ന് പുറത്തു വരാൻ, ഹീൽ ചെയ്യാൻ ശ്രമിക്കണു, ഫ്ലോയിൽ പോവാൻ നോക്കണു, മുമ്പോട്ട് പോവാൻ നോക്കണു ലൈഫിൽ. നിങ്ങൾ ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ആവുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ്? ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഐ ബറി മൈ സെൽഫ് ഇൻ വർക്ക് ടു ഫൊർഗെറ്റ് യു. അപ്പോൾ ഈ പേഴ്സൺ എക്സ്ട്രാ വർക്ക് ലോഡ് എടുക്കുന്നുണ്ടാവും നിങ്ങളെ കുറിച്ച് പറഞ്ഞ, എന്ന് വെച്ചാൽ നിങ്ങളെ മറക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വർക്കൊക്കെ, എക്സ്ട്രാ ജോലിയൊക്കെ എടുക്കുന്നുണ്ടാവും. യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. ഈ പേഴ്സണ് മ്യൂസിക് ഇഷ്ടമാണ് വെച്ചാൽ അവര് മ്യൂസിക് കേട്ടുകൊണ്ടാണ് നിങ്ങളെ മിസ് ചെയ്യണത്. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. ആൻഡ് ഇവിടെ ലാസ്റ്റ് കാർഡ്, യു കെയിം ക്ലോസർ ദൻ എനി വൺ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ക്യാൻസർ, ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് അക്വേരിയസ് ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട് കുറെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ ഉണ്ട്, ലീബ്ര ഉണ്ട്. അപ്പോൾ അതാണ് സൈൻസ്. പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഞാൻ കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.